ഹായ് ഹലോ വെൽക്കം ടു ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും അല്ലെ, വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്നത്. നമ്മൾ 9ാം ക്ലാസ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5ാമത്തെ ചാപ്റ്ററിന്റെ ഒരു വൺ ഷോർട്ട് വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി, ഇതിലെ ഫുൾ കോൺസെപ്റ്റും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ ഒക്കെ കണ്ട് കേട്ടും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, എങ്ങനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ പോകുന്നത് എന്നുള്ളത്. ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് ഫുൾ കോൺസെപ്റ്റും കിട്ടും. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ക്രിസ്മസ് എക്സാമിന് എല്ലാവരും പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി കുറെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലുണ്ട്. ഫുൾ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചാടി കടക്കാൻ പോവാണ്. ഓക്കെ, സോ വർക്ക് എനർജി ആൻഡ് പവർ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാ നമുക്ക് പഠിക്കാനുള്ളത്? ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി അല്ലെ, പറയാറില്ലേ നമ്മള്. സോ എനർജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്തായാലും ഇത് പഠിക്കുന്നുണ്ടാവും. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്, KGF അറിയാലോ. സോ അടുത്ത ടോപ്പിക് എന്തായിരിക്കും? എനർജി ഉണ്ട്, പിന്നെ എനർജി ഉണ്ടെങ്കിൽ പിന്നെ എന്താ, പവർ പഠിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. സോ പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്, പവറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നത്, എനർജി, പവർ ആൻഡ് വർക്ക്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് വർക്ക്? നമ്മളിങ്ങനെ വെറുതെ നിൽക്കുക, എന്നിട്ട് പറയാ ക്ഷീണിച്ച അവശനായിരിക്കുക, ഞാൻ ഒരുപാട് വർക്ക് ഞാനിന്ന് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ നിൽക്കുമ്പോൾ എന്തെങ്കിലും വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളൊരു ചുമര അങ്ങോട്ട് തള്ളുക. ഓക്കെ, രാവിലെ എണീറ്റ് ചുമര് തള്ളി എക്സസൈസ്, എന്നിട്ട് പറയാം കഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു, ഈ ചുമര് മൊത്തം ഞാൻ തള്ളി. വർക്ക് ചെയ്തിട്ടുണ്ടാവോ? ഇല്ല, കാരണം ചുമര് മൂവ് ചെയ്യുന്നില്ല അല്ലെ. നമ്മൾ വെറുതെ ശക്തി കൊടുക്കുന്നുണ്ട്. ഏറ്റവും നമ്മൾ ടയർഡായി, ഞാൻ മടുത്തിടാ, ഞാൻ വർക്ക് ചെയ്തു. സോ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പോകാൻ പോകുന്നത്. സോ വാട്ട് ഈസ് വർക്ക്? എപ്പോഴാണ് വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് എടുത്ത് നോക്കാം. അതിന് അവിടെ ഏത് ഫോഴ്സ് ആണ് ഇവന്മാരിൽ ആക്ട് ചെയ്യുന്നത്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫോളിംഗ് ഓഫ് എ മാംഗോ, ഒരു മാങ്ങാ മരത്തിൽ നിന്ന് മാങ്ങ താഴേക്ക് വീഴുന്നു. ഏതാടാ മാങ്ങാ മരം? മാവിൽ നിന്ന് മാങ്ങ താഴെ വീഴുന്നത്. ഈ ട്രോളി ബീങ് പുഷ്ഡ്, ഒരു ട്രോളി നമ്മൾ എന്ത് പുഷ് ചെയ്യാണ്, നമ്മുടെ അടുത്തുനിന്ന് ദൂരേക്ക് പുഷ് ചെയ്യാണ്. ബാറ്റിംഗ് വൈൽ ക്രിക്കറ്റിംഗ്, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ ബോൾ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. പുഷിങ് എ ബോൾ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ രാവിലെ മുതൽ എഴുന്നേറ്റ് ഇങ്ങനെ ചുമര് തള്ളിക്കൊണ്ടിരിക്കുക, വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? സോ ഈ വർക്കിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആക്ടിവിറ്റീസിനെയൊക്കെ സോഴ്സ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാണ്. ഓക്കെ, അപ്പൊ ഫോളിംഗ് ഓഫ് എ മാംഗോ, ഒരു മാങ്ങ താഴേക്ക് വീഴുമ്പോൾ ഏതായിരിക്കും അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് ഗസ് ചെയ്തേ, ഒന്ന് എല്ലാവരും കമന്റ് ചെയ്തേ. ഏത് ഫോഴ്സ് ആയിരിക്കും മാവിൽ നിന്ന് മാങ്ങ താഴേക്ക് വീഴുന്ന സമയത്ത്? നമ്മുടെ കൈ കൊണ്ടാണോ നമ്മൾ താഴേക്ക് വീഴിക്കുന്നത്? ഏത് ഫോഴ്സ് ആയിരിക്കും? നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ് ആ മാങ്ങ താഴേക്ക് വീഴുന്നത്. സോ ദ എർത്ത് എന്ന് പറയുന്നതാണ് സോഴ്സ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് അല്ലെ, അപ്ലൈ ചെയ്യപ്പെട്ട ഫോഴ്സിന്റെ സോഴ്സ് അല്ലെങ്കിൽ പ്രഭാവം എന്നൊക്കെ പറയാം അല്ലെ. എവിടുന്നാണ് വന്നത്? എർത്ത് എന്ന് പറയുന്നതാണ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ട്രോളി ബീങ് പുഷ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രോളി തള്ളുകയാണ്. ആരായിരിക്കും അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ദ പേഴ്സൺ ഹു ഈസ് പുഷിങ്. തള്ളുന്നവൻ ആരാണോ? അല്ലാതെ അപ്പുറത്ത് നോക്കി നിന്നവനാണോ ഫോഴ്സ് ചെയ്യുന്നത്? ആണോ? അല്ല, നമ്മൾ തള്ളിക്കൊണ്ടിരിക്കും, നമ്മുടെ കൂട്ടുകാരൻ നോക്കി നിന്ന് ചിരിക്കുക, അവനാണോ വർക്ക് ചെയ്തത്? അല്ല, ദ പേഴ്സൺ ഹു ഈസ് പുഷിങ്. പുഷ് ചെയ്യുന്നവൻ ആരാണോ അവനാണല്ലോ അവിടെ വർക്ക് ചെയ്യുന്നത്. ബാറ്റിംഗ് വൈൽ ക്രിക്കറ്റിംഗ്, അടുത്തത് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ ബാറ്റ് ചെയ്യാറുണ്ടല്ലേ അല്ലെ. സോ ബാറ്റ് ചെയ്യുമ്പോൾ ആരാ ഫോഴ്സ് ചെയ്യുന്നത്? ദ ബാറ്റ്സ്മാൻ അല്ലെ, ബോൾ എറിയുന്ന ആളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? അല്ല, കാരണം ബാറ്റ് ചെയ്യുന്ന ആളല്ലേ വർക്ക് ചെയ്യുന്നത്. സോ ദ ബാറ്റ്സ്മാൻ പുഷിങ് എ ബോൾ പുഷ് ചെയ്യുമ്പോൾ ആരാണ്? മണ്ടനായിട്ടുള്ള മനുഷ്യനാണ് ദ പേഴ്സൺ പുഷിങ് ബോൾ. വർക്ക് ചെയ്തു എന്ന് വിചാരിച്ച് മണ്ടത്തരം കാണിക്കുന്ന ആ പേഴ്സൺ ആണ് അവിടെ വർക്ക് ചെയ്തതല്ല, അപ്ലൈ ചെയ്യുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? സോ ഫോളിംഗ് ഓഫ് എ മാംഗോ, ദ എർത്ത് ആണ് അവിടെ സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിൾ ആണ്, ഇത് ഫിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം. ട്രോളി ബീങ് പുഷ്ഡ് എന്ന് പറയുമ്പോൾ ട്രോളി തള്ളുന്ന അവനാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ബാറ്റിംഗ് വൈൽ ക്രിക്കറ്റിംഗ്, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ ബാറ്റ്സ്മാൻ ആണ് മക്കളെ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പുഷിങ് എ വോൾ എന്ന് പറയുമ്പോൾ വോൾ പുഷ് ചെയ്യുന്ന ആ വ്യക്തി, ആ ഒരു മണ്ടനായ വ്യക്തിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സോഴ്സ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച് അല്ലെ, 2ാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ അങ്ങനെ അടിപൊളിയായിട്ട് തറയൊക്കെ വെച്ച കാര്യങ്ങളാണ്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്?
ഓക്കെ, ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആനിമേഷൻ കാണാം. നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. സോ വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്? 2 പോയിന്റ്സ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു ആനിമേഷനിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്കൊരു സ്ലൈഡ് മാറ്റാം. ഓക്കെ, യെസ്, നമുക്ക് കാണാം എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. ശ്രദ്ധിച്ചിരിക്കണേ. യെസ്, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തണം. എയിൽ നിന്ന് ബിയിലേക്ക് എത്തണം ഒരാൾക്ക്, ബോർഡിന് ചാടി. സോ എയിൽ നിന്ന് ബിയിലേക്ക് സെക്കൻഡ് ഫിഗറിൽ വന്നത് കണ്ടോ, കാണാം. നമുക്ക് അതിന്റെ പാത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സർ ഒന്ന് പാത്ത് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഫുൾ പ്ലേ ചെയ്തോളൂ. കാണാം. യെസ്, അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയത് വളഞ്ഞു പൊളഞ്ഞ വഴിയിലൂടെയാണ് ഇവൻ, അല്ലേ? പല വഴികൾ താണ്ടിയാണ് എത്തിയത്. സോ ഡിസ്റ്റൻസിനെ കാണിക്കുന്നു. ടോട്ടൽ ഇത്രയും ഡിസ്റ്റൻസ് അവൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ ഒരു എളുപ്പ വഴി കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. സോ വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, ഷോർട്ടസ്റ്റ് പാത്ത് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെങ്കിൽ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ടേം ആണ്. വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, മാറ്റാം. യെസ്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട്. അത്രയും മനസ്സിലായല്ലോ. സോ നമുക്ക് നോക്കാം. ദ ഒബ്ജക്ട് അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ് ഓൺലി വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദം. നമുക്ക് പറയാം ഒരു ബോൾ ഇപ്പൊ കണ്ടു, നമ്മളൊരു ബോൾ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഈ ബോളിലേക്ക് ബോൾ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒരാള് വന്നിട്ട്, ഒരു ചേട്ടൻ വന്നിട്ട് ഈ ബോൾ അങ്ങോട്ട് തട്ടി തെറിപ്പിച്ചു, ബോൾ മൂവ് ചെയ്യുന്നുണ്ട്. സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. സോ ഒബ്ജക്ട് അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ് only when force is applied on them. അതിന് മുകളിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ വസ്തുക്കൾക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്. നമുക്ക് മനസ്സിലായല്ലോ. സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ? Does the displacement takes place in the direction of force applied? എല്ലാ സമയത്തും ഒരാള് ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിലാണോ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സോ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, എപ്പോഴാണോ ഡിസ്പ്ലേസ്മെന്റ് അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ വരുന്നത് അപ്പോഴാണ് അവിടെ വർക്ക്. എന്താണ് പറഞ്ഞത്? എപ്പോഴാണോ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിൽ ആള് മൂവ് ചെയ്യുന്നത്, സോ അവിടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമിന് സാധാരണ ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ആണിത്. Does the displacement take place in the direction of force applied? In the direction ആണോ അല്ലെങ്കിൽ അല്ലേ എന്നുള്ളത് ഈ സിറ്റുവേഷൻ നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. എ ക്രിക്കറ്റ് ബോൾ വെൻ ഇറ്റ് ഹിറ്റ് ബൈ എ ബാറ്റ്. ഒരു ബാറ്റ് വെച്ച് നമ്മൾ മര്യാദയ്ക്ക് അറിയാവുന്ന ഒരു ബാറ്റ്സ്മാന്റെ കഥയാണ് പറഞ്ഞത്. ഒട്ടും അടിക്കാൻ അറിയാത്ത ഒരാൾ ബോൾ വരുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രിക്കറ്റ് ബോൾ വെൻ ഹിറ്റ് ബൈ എ ബാറ്റ്. ബാറ്റ് കൊണ്ട് ബോളിനെ അടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷനിലല്ലേ, അല്ലാതെ ബോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മുടെ പുറകിലേക്ക് തെറിച്ചു പോയില്ല. ഓക്കെ, ഇനി അടുത്തത് എ ബോൾ ഈസ് പുഷ്ഡ്. ബോൾ പുഷ് ചെയ്യുന്നു, ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, അല്ലെ? ബോൾ എപ്പോഴെങ്കിലും നീങ്ങി നമ്മുടെ ചുമരൊക്കെ നമുക്ക് നീക്കാലോ, അങ്ങനെയൊന്നും പറ്റില്ല അല്ലെ? അയൺമാനൊക്കെ വന്നാൽ ചിലപ്പോൾ പറ്റില്ല, നമുക്കൊന്നും പറ്റില്ല അല്ലെ? പുഷിംഗ് എ വെഹിക്കിൾ ഓൺ ടു മോഷൻ. മോഷനിലേക്ക് ഒരു വണ്ടി തള്ളി നമ്മൾ അതിനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ തള്ളുന്നതിന്റെ അല്ലാണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എപ്പോഴെങ്കിലും വണ്ടി മൂവ് ചെയ്യും? നമ്മൾ കഷ്ടപ്പെട്ട് 1 മണിക്കൂർ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുക. വണ്ടി വിചാരിക്കുക ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ കുറെ നേരമായാലും തള്ളുന്നു, അങ്ങനെയൊന്നും വിചാരിക്കില്ല അല്ലെ? സോ പുഷിംഗ് എ വെഹിക്കിൾ ഓൺ ടു മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മൾ തള്ളുന്ന അതേ ഡയറക്ഷനിലാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. സ്റ്റാൻഡിംഗ് വിത്ത് എ ലോഡ് ഓൺ ഹെഡ്. തലയിൽ ഭാരം ചുമന്നു നിൽക്കുന്ന ആ വ്യക്തി എന്താ ചെയ്യുന്നത്? ചുമ്മാ ചുമന്നുകൊണ്ട് നിന്നോട്ടെ. ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഈ ടേബിൾ ഈസ് പുള്ളിങ്. ഒരു ടേബിൾ നമ്മൾ വലിക്കുകയാണ്.
വലിക്കുക, നമ്മൾ വാ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്കല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. സോ സെയിം ഡയറക്ഷനിലല്ലേ ടേബിൾ വരുന്നത്. എ വെഹിക്കിൾ ഈസ് പുഷ്ഡ് ബൈ സിറ്റിംഗ് ഇൻസൈഡ് ഇറ്റ്. ഓക്കെ, ബുദ്ധിമാനായ ഒരാൾ, മിസ് പണ്ട് ചെറുപ്പത്തിൽ ചെയ്യും, മിസ്സിന്റെ ഹോബി ആയിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരു വണ്ടിക്കകത്തിരുന്നിട്ട്, അല്ലെങ്കിൽ മിസ് ചെയ്യാറ് കസേരയിൽ, വീട്ടിലിരിക്കുന്ന കസേരയിൽ പടിഞ്ഞിരുന്നിട്ട് കസേര അങ്ങോട്ട് തള്ളും. എന്ത് സുഖം, നല്ലോണം നീങ്ങുമല്ലേ. കസേര നീങ്ങില്ല. അതുപോലെ തന്നെ വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളിക്കൊണ്ടിരിക്കുന്ന മണ്ടനായ മനുഷ്യ, നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ, ആ വണ്ടി നീങ്ങാൻ പോകുന്നില്ല. There is no displacement. ഫോഴ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. There is no displacement. സോ ഈ സിറ്റുവേഷൻസിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ്? Which are the situations in which displacement takes place in the direction of force? കണ്ടുപിടിച്ചോളൂ. ഇപ്പൊ പറഞ്ഞ എല്ലാ സിറ്റുവേഷൻസിനും നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. മനസ്സിലായില്ലേ? എ ക്രിക്കറ്റ് ബോൾ വെൻ ഇറ്റ് ഹിറ്റ് ബൈ എ ബാറ്റ്. ഒരു ബാറ്റ് കൊണ്ട് ബോൾ അടിക്കുമ്പോൾ, അറിയാവുന്ന ബാറ്റ്സ്മാൻ ആണെന്ന് ഞാൻ പറഞ്ഞേ, ബാറ്റ് അടിച്ച ഡയറക്ഷനിൽ തന്നെ ബോൾ പോകും. A ball is pushed, no displacement, pushing the vehicle onto motion. വണ്ടി തള്ളി മൂവ് ചെയ്യിക്കുന്നു. There is a displacement in the direction of applied force. Standing with a load on head. തലയിൽ ഭാരം ചുമക്കുന്ന ആൾ പറയാണ്, ഞാൻ ഒരുപാട് ഭാരം ചുമന്നു. കാര്യമില്ലടാ, there is no displacement. മനസ്സിലായല്ലോ? അത് മനസ്സിലാക്കിക്കോളാം. A table is pulling a table in the direction of applied force. അടുത്തതാ, a vehicle is pushed by sitting inside it. ഓക്കെ, വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളിയിട്ട് ഒരു കാര്യമില്ല. ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ് ബിക്കോസ് നമുക്കറിയാം ന്യൂട്ടന്റെ ലോ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? ഇന്റേണൽ ഫോഴ്സ് കനോട്ട് മൂവ് ആൻ ഒബ്ജെക്ട്. എപ്പോഴാ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റുക? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വരണം. ഇന്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. എന്താണ്? ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ്. അല്ലെ? ക്ലിയർ? സോ ഇനി നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള കാര്യം പറഞ്ഞു. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. സോ എപ്പോഴാണ് നമ്മൾ ഒരാൾ വർക്ക് ചെയ്തു എന്ന് പറയാം? വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ അവിടെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, വണ്ടി മൂവ് ചെയ്യുന്നു. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, ബോൾ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷനിൽ ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ടെങ്കിൽ, ചലിക്കുന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും there is a work. Work is said to be done only when a body undergoes displacement in the direction of force. Clear? ഓക്കെ, അങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ, വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ബോയ് പുഷ്ഡ് ആൻ ഒബ്ജക്ട് ഓഫ് മാസ്. ഓക്കെ, 30 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഒരു ബോയ് എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യുകയാണ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞ ഫ്ലോറിലൂടെ അക്രോസ് എ ഫ്ലോർ ത്രൂ 50 മീറ്റർ. 50 മീറ്റർ വീതി, അല്ല എന്താ പറയാ, 50 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്യാണ്. ആരെ? 30 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഒരു ബോയ് വന്നിട്ട് 50 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്തു. അനദർ ബോയ് അപ്പൊ ഇറങ്ങി തിരിച്ചു, അമ്പടാ ഞാൻ വരാം. എന്ത് ചെയ്തു? 50 കിലോഗ്രാം ഉള്ള ഒരാളെ വീണ്ടും എന്ത് ചെയ്തു? 50 മീറ്റർ അങ്ങോട്ട് തള്ളി. ശക്തിമാൻ അല്ലെ, നമ്മുടെ ആര് വന്നു? അയൺമാനും ബാറ്റ്സ്മാൻ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ സൂപ്പർമാൻ. ഓക്കെ, നമ്മുടെ അയൺമാൻ ആണ് വന്നിരിക്കുന്നത്. 50 മീറ്ററിന് അല്ല 30 കിലോഗ്രാം ഉള്ള ആളെ 50 മീറ്റർ തള്ളിയ ഒരാള് പറഞ്ഞു, വേണ്ട ഞാൻ വരാം, എനിക്കിതൊക്കെ നിസ്സാരം. 50 കിലോഗ്രാം ഉള്ള ആളെ 50 മീറ്റർ ഞാൻ തള്ളുന്നു. മനസ്സിലായോ? ഇവിടെ എന്താ ചോദ്യം? സെയിം സ്പീഡിലാണ് ഇവന്മാർ എന്ത് ചെയ്തിരിക്കുന്നത്? ഫോഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെയിം സ്പീഡാണ്, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. ആരായിരിക്കും കൂടുതൽ ശക്തി പ്രയോഗിച്ചിട്ടുണ്ടാവുക? ആരായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഈസ് സെയിം. ആർക്കായിരിക്കും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത്? ഇവരിൽ ആരായിരിക്കും? സെക്കൻഡ് വൺ ആയിരിക്കും മക്കളെ. ബിക്കോസ് 50 കിലോഗ്രാം ഉള്ള ആളെയാണ് സെക്കൻഡ് വൺ തള്ളിക്കൊണ്ടിരിക്കുന്നത്. സോ മാസ് കൂടുതലല്ലേ? മാസ് കൂടിയ ആളെ തള്ളാനല്ലേ കൂടുതൽ ഫോഴ്സ് വേണ്ടത്? സെക്കൻഡ് വൺ ആണ് ഗ്രേറ്റർ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? അടുത്ത ചോദ്യം എന്താ നമുക്ക് നോക്കാം. ഇൻ വിച്ച് കേസ് വാസ് ദ വർക്ക് ഗ്രേറ്റർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 30 കിലോഗ്രാം ഉള്ള ആളെ തള്ളുന്നതാണോ എളുപ്പം? 50 കിലോഗ്രാം ഉള്ളതിനാണോ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്? 50 കിലോഗ്രാം. സോ ഇതിന്റെ രണ്ടിന്റെയും ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് തന്നെയാണ്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ചെയ്തോളൂ. അടുത്തത്, എ ചൈൽഡ് പുഷ്ഡ് ആൻ ഒബ്ജക്റ്റ് ഓഫ് 30 കിലോഗ്രാം. 30 കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിനെ വീണ്ടും നമ്മുടെ ഹീറോ വന്ന് തള്ളാൻ പോകുകയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? 20 മീറ്റർ ആണ് അതിനെ മൂവ് ചെയ്യിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് വേറൊരു ഐഡിയ നോക്കാം. വീണ്ടും എന്ത് ചെയ്യാണ്? വീണ്ടും നമ്മുടെ ആര് വന്നു? നമ്മുടെ അയൺമാൻ വന്നു. ഓക്കെ, ശക്തിമാനോ അയൺമാനോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇയാള് വന്ന് തള്ളുന്നത് എത്ര മീറ്റർ ആണ് മക്കളെ? 30 മീറ്റർ ആണ് തള്ളുന്നത്. സോ 20 മീറ്റർ, 30 കിലോഗ്രാം ഉള്ള വസ്തുവിനെ 20 മീറ്റർ തള്ളാനാണോ 30 കിലോഗ്രാം ഉള്ള വസ്തുവിനെ 30 മീറ്റർ തള്ളുന്നതിനാണോ എന്ത് ചെയ്യേണ്ടി വരാ?
കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക ആരായിരിക്കും? ഒബ്വിയസ്ലി സെക്കൻഡ് വൺ തന്നെയായിരിക്കും മോർ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ഊഹിക്കാലോ അല്ലെ? കൂടുതൽ ഡിസ്പ്ലേസ് ചെയ്യാൻ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെയല്ല 20 മീറ്റർ 30 മീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ഫോഴ്സ് സെയിം ആട്ടോ, സെയിം സ്പീഡ്. ഓക്കെ ഫോഴ്സ് ഒക്കെ സെയിം ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ മാറിയിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് മാറിയപ്പോ വർക്ക് കൂടി. നേരത്തെയോ 30 കിലോഗ്രാമും 50 കിലോഗ്രാമും. അവിടെ ഫോഴ്സ് മാറി, മാസ് മാറിയപ്പോ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മാറി. ഫോഴ്സ് മാറിയപ്പോ വർക്ക് മാറി, ഡിസ്പ്ലേസ്മെന്റ് മാറിയപ്പോ വർക്ക് മാറി. സോ വർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയാണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഫോഴ്സ്, അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റുമാണ് വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹൂ പുഷ് ദ ഒബ്ജക്ട് അറ്റ് ഗ്രേറ്റർ ഡിസ്റ്റൻസ്? സെക്കൻഡ് വൺ, ഒബ്വിയസ്ലി സെക്കൻഡ് വൺ. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? വാട്ട് അബൌട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദം? ഫോഴ്സ് സെയിം ആയിരിക്കും, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ഡിഫറെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡിഫറെന്റ്. ഇൻ ദിസ് കേസ് ഹൂ ഡിഡ് ഗ്രേറ്റർ വർക്ക്? സെക്കൻഡ് വൺ, obviously second one. എന്തായാലും സെക്കൻഡ് വൺ ആണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. What are the factors to be considered to determine the work done by a force? പറഞ്ഞോളൂ. ഫോഴ്സ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് വർക്ക് ഡണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൺലി 2 ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, രണ്ടാമത്തത് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടോ, എത്ര ഡിസ്പ്ലേസ് ചെയ്തോ. സോ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ദ 2 ഫാക്ടേഴ്സ് which are to be considered to determine the work done by a force. മനസ്സിലായോ? ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്കിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വർക്കിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലോട്ട് മൂവ് ചെയ്യാം. ഇഫ് എ ഫോഴ്സ് ഓഫ് എഫ് ന്യൂട്ടൺ. എന്താ ന്യൂട്ടൺ എന്ന് പറയുന്നത്? ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ന്യൂട്ടൺ ആണ്. എഫ് ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എസ് ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? W is equal to F into S എന്നുള്ളതായിരിക്കും. സോ വർക്ക് ഡണിന്റെ ഇക്വേഷൻ വെരി 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 ഇമ്പോർട്ടന്റ്. സ്റ്റാർ ഇട്ട് പഠിച്ചു വെച്ചോ. W is equal to F into S is the work done by a force. മനസ്സിലായല്ലോ? W is equal to Fs. Okay, clear? Yes, clear ആയെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാ. W is equal to F into S എന്ന് പറയുന്നതാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വാട്ട് ഈസ് S? കമന്റ് ചെയ്തോ, കമന്റ് ചെയ്തോ. S കമന്റ് ചെയ്യുന്നുണ്ടോ? S എന്താണെന്ന്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തത് വഴി എത്ര ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്നാ മക്കൾ പറഞ്ഞോ F എന്താണ്? F എന്താണ്? വാട്ട് ഈസ് F? F ന്യൂട്ടൺ എന്ന് പറയുന്നത്. യെസ്, വെരി ഗുഡ്. ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? യെസ് ന്യൂട്ടൺ ആണ്. കറക്റ്റ് ആട്ടോ. യെസ്, കറക്റ്റ്. What is W? W is the work done. Work done. So work done in equation Fs. ആദ്യത്തെ കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. W is equal to Fs. Clear? അടുത്തത് ഒരു ചോദ്യം നോക്കാം നമുക്ക്. A force of 10 Newton is applied continuously on a body. ഒരു വസ്തുവിലേക്ക് 10 Newton force continuously അപ്ലൈ ചെയ്യാണ്. If the body undergoes a displacement of 2 meter. വർക്ക് കണ്ടുപിടിച്ചോളൂ. Work is equal to force into displacement. ഫോഴ്സ് എന്ന് പറയുന്നത് 10 Newton ആണ്. യെസ്, ഡിസ്പ്ലേസ്മെന്റ് 2 ആണ്, which is equal to 20. 10 into 2 is 20 Newton meter. സോ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? 20 ജൂൾ എന്ന് പറയാം. J എന്ന് പറയുന്നത് കാണിക്കുന്നത് ഏതിനെയാണ്? ജൂളിനെയാണ്. ജൂൾ is the SI യൂണിറ്റ് ഓഫ് വർക്ക്. അപ്പൊ വർക്കിന്റെ SI യൂണിറ്റ് ആണ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് 1 ന്യൂട്ടൺ മീറ്ററിന് പകരം നമുക്ക് 1 ജൂൾ എഴുതാം. അപ്പൊ 20 ന്യൂട്ടൺ മീറ്റർ is 20 ജൂൾ. സോ വർക്ക് ഈസ് ഈക്വൽ ടു 20 ജൂൾ എന്നായിരിക്കും ഇവിടെ കിട്ടുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലേ? എല്ലാവർക്കും ആൻസർ മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ. യെസ്, ഓക്കെ, ക്ലിയർ? യെസ്, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ് ഓഫ് വർക്ക് എക്സാമിന് ചോദിക്കും കേട്ടോ. യൂണിറ്റ് വേറെ എന്തെങ്കിലും യൂണിറ്റ് ഉണ്ടോ വർക്കിന്? ന്യൂട്ടൺ മീറ്റർ ഇസ് യൂണിറ്റ് ഓഫ് വർക്ക്. പിന്നെ SI യൂണിറ്റ് ഈസ് ജൂൾ. ഇനി എന്തെങ്കിലും യൂണിറ്റ് ഉണ്ടോ? We got the unit of work as Newton meter here. നേരത്തെ ചെയ്ത പ്രോബ്ലത്തില് ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? യൂണിറ്റ് ഓഫ് വർക്ക് ആയിട്ട് കിട്ടിയത്. This is also called joule. Okay, joule എന്നും കൂടെ ഈ യൂണിറ്റ് അറിയപ്പെടുന്നുണ്ട്. സോ നമുക്ക് വേറൊരു കാര്യം കൂടെ കണ്ടുപിടിക്കണം. What is 1 kilojoule? കിലോ എന്ന് പറഞ്ഞാൽ മക്കളെ എപ്പോഴും കിലോ എന്ന് കേട്ടാൽ അർത്ഥം 1000 ആണ്. കിലോ മീൻസ് 1000 എന്ന്. ഓക്കെ, 1000 എന്നുള്ള ഒരു കിലോ എന്ന് പറയുമ്പോഴേ 1000 എന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കുക. കിലോ ഈസ് 1000. കിലോ 1000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ
1 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര ജൂൾ ചേരുമ്പോഴാണ് 1 കിലോ ജൂൾ കിട്ടുക? കിലോ വെച്ച് 1000 അല്ലേ? സോ 1000 ജൂൾ ചേരുമ്പോഴല്ലേ 1 കിലോ ജൂൾ കിട്ടുക. 1 കിലോ ജൂൾ ഈസ് ഈക്വൽ ടു 1000 ജൂൾ എന്നുള്ള കൺവേർഷൻ വെരി ഇമ്പോർട്ടന്റ്. എക്സാമിന് ചോദ്യം തന്നിട്ട് ഇതിനെ കിലോ ജൂളിലേക്ക് മാറ്റൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് പഠിച്ചോളാം. ഓക്കെ, റെഡി? സോ 1 കിലോ ജൂൾ ഈസ് ഈക്വൽ ടു 1000 ജൂൾ പഠിച്ചു കഴിഞ്ഞു. വർക്കിന്റെ ഇക്വേഷൻ F into S ആണ്, അതും പഠിച്ചു കഴിഞ്ഞു. S is the displacement, F is the applied force, W is the work done by that applied force. Okay, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, a body of mass m is placed on a table, what are the forces experienced by this body? Sir, ആനിമേഷൻ ഒന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് ആനിമേഷൻ ഇതാ, ഒരു കുട്ടി ടേബിളിന്റെ മുകളിലേക്ക് ഒരു മാസിനെ എടുത്തു വെക്കുന്ന ആനിമേഷൻ ഉണ്ട് അവിടെ. യെസ്, നോ നോ നോ, നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ. യെസ് യെസ് യെസ്, നമുക്ക് ഇപ്പൊ കാണാം. ഓക്കെ, കാണണ്ടേ? ആനിമേഷൻ കാണണ്ടേ നിങ്ങക്ക്? ഓക്കെ, വരും. എ ബോഡി ഓഫ് മാസ് എം ഈസ് പ്ലേസ്, അല്ലെങ്കിൽ മിസ് ചിത്രം വരക്കാം. ഓക്കെ, യെസ്, മിസ്സിന്റെ ചിത്രം മതിയടാ, ആനിമേഷൻ വേണ്ട നമുക്ക്. ഓക്കെ, എ ബോഡി ഓഫ് മാസ് എമ്മിനെ ഒരാൾ എന്ത് ചെയ്തിരിക്കുകയാണ്? മുകളിലേക്ക്, ടേബിളിന്റെ മുകളിലേക്ക് കയറ്റി വെക്കാണ്. അങ്ങനെ ടേബിളിന്റെ മുകളിൽ ഒരാൾ ഇരിക്കുകയാണ്. വേണ്ട, ടേബിളിന്റെ മുകളിൽ ഒരാൾ ഇരിക്കുകയാണ്. ഓക്കെ, ഇതെന്റെ ടേബിൾ ആണ്. ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സസ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയായിരിക്കും? ഡൗൺവേർഡിലേക്ക് അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് എന്താ ആക്ട് ചെയ്യുന്നത്? ഒരു റിയാക്ഷൻ ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം, ഒരു റിയാക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബുക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, ടേബിളിന്റെ മേത്തിരിക്കുന്ന കിലോഗ്രാം മാസുള്ള ആള് താഴേക്ക് അതിന്റെ ഭാരം മൊത്തം കൊടുത്തോണ്ടിരിക്കുകയാണ്. വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കൊടുക്കുമ്പോൾ, ആക്ട് ചെയ്യുമ്പോൾ മുകളിലേക്ക് ടേബിൾ തിരിച്ചൊരു ഫോഴ്സ് കൊടുക്കുന്നതാണ് റിയാക്ഷൻ ഫോഴ്സ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് അപ്വേർഡ്സ് and force of gravity which is acting downwards. Reaction force acting upwards, force of gravity downwards. ഇതാണ് രണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, പഠിച്ചു വെച്ചോളൂ. സെറ്റ് ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യാണ്? ഇങ്ങനെ വെച്ചിരിക്കുന്ന ടേബിളിന് മുകളിൽ ഇരിക്കുന്ന ഈ വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യാണ്? h മീറ്റർ ഹൈറ്റിലേക്ക് m മാസുള്ള വസ്തുവിനെ നമ്മൾ അങ്ങോട്ട് ഉയർത്തുകയാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. മനസ്സിലായോ? സോ ഇൻ വിച്ച് ഡയറക്ഷൻ ഹാസ് ദ ഫോഴ്സ് ടു ബി അപ്ലൈഡ്? ഏത് ഡയറക്ഷനില? അപ്വേർഡിലല്ലേ അപ്ലൈ ചെയ്യേണ്ടത്, കാരണം മുകളിലേക്കല്ലേ ഉയർത്തേണ്ടത്. സോ അപ്വേർഡ്സിലേക്കായിരിക്കും ഒരു ഫോഴ്സ് നമ്മൾ ഇതിനെ ഉയർത്താൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരാം. ദ ഫോഴ്സ് is to be applied on upward direction. മനസ്സിലായോ? upward direction ആയിരിക്കും okay force apply ചെയ്യേണ്ടി വരിക. Then if it is raised through h മീറ്ററിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? h. ഇനി ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നോക്കുമ്പോൾ s ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹൈറ്റിലേക്ക് ഉയർത്തി എന്ന് പറയുമ്പോൾ s ആണ് സാധാരണ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ പറയുക. അവിടെ എന്തായിട്ട് എടുക്കണം? h ആയിട്ട് എടുക്കണം. When a body is raised to height h, the work done against the gravitational force എന്തായിരിക്കും? W is equal to mgh. പഠിച്ചു വെക്കണേ. എപ്പോഴാണോ h മീറ്റർ ഉയരത്തിലേക്ക് m മാസുള്ള ഒരു വസ്തുവിനെ നമ്മൾ ഉയർത്തുന്നത്, അപ്പോൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് mgh ആയിരിക്കും. The work done against the gravitational force എന്ന് പറയുന്നത് എന്തായിരിക്കും? mgh ആയിരിക്കും. ഓക്കെ, ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ a book of mass 100 gram is to be raised on the top of a table of height എത്രയാണ്? h 1 മീറ്റർ ആണ്. മാസ് 100 ഗ്രാം ആണ് മക്കളെ, which is equal to 0.1 കിലോഗ്രാം. 100 ഗ്രാം എന്ന് പറയുന്നതിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ ബൈ 100 ചെയ്യാം. 100 ഗ്രാം ബൈ 1000 ചെയ്യാം. ബിക്കോസ് 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. കിലോ എന്ന് പറയുമ്പോഴേ 1000 ആണ്. 100 ബൈ 1000 ചെയ്താൽ എത്ര കിട്ടും? 0.1 കിലോഗ്രാം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വർക്ക് ഈസ് ഈക്വൽ ടു mgh കണ്ടുപിടിക്കുക. m എന്ന് പറയുന്നത് 0.1 ആണ്, g എന്ന് പറയുന്നത് 10 ആയിട്ട് എടുത്തോളൂ. വിച്ച് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് 10 ആയിട്ട് എടുക്കുക. പിന്നെയോ h എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആണ്. സോ 10 into 1 is 10 into 1 is 10 into 0.1 is 1. So
1 ജൂൾ. Then നമുക്ക് 1 ജൂളിന്റെ ഡെഫിനിഷൻ കിട്ടി. 100 ഗ്രാം മാസ് ഉള്ള വസ്തുവാണ് എടുത്തിരിക്കുന്നത്. അതിനെ 1 മീറ്റർ ഉയർത്തണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണം? That is 1 joule. എന്താ മനസ്സിലായത്? 1 joule is the amount of work done to raise a body of mass 100 gram through a height of 1 meter. അപ്പോൾ 1 മീറ്റർ ഉയരത്തിലേക്ക് ഒരു എത്ര മാസുള്ള 100 ഗ്രാം മാസുള്ള വസ്തുവിനെ ഉയർത്താൻ നമ്മൾ എത്ര വർക്ക് ചെയ്യണമോ അതിനെയാണ് നമ്മൾ 1 ജൂൾ എന്ന് പറഞ്ഞത്. എന്നാൽ നമുക്കൊരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. If a force of 50 Newton is applied continuously on a body and if it undergoes a displacement of 2 meter. So work കണ്ടുപിടിച്ചോളൂ. W is equal to mgh. ഇവിടെ ആ ഇക്വേഷൻ ഉപയോഗിക്കണോ? വേണ്ട. W is equal to force into displacement. Force is 50 Newton. Displacement is 2 meter. So 100 joule will be the work done. Okay. W is equal to mgh എന്ന് പറയുന്ന ഒരു ഉയരത്തിലേക്ക് എന്ന് പറയുമ്പോഴാണ് അല്ലെ ഒരു വസ്തുവിനെ നമ്മൾ ഇത്ര മീറ്റർ ഉയർത്തി എന്ന് പറയുന്ന കേസസിലാണ് W is equal to mgh എന്ന ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ? 50 ന്യൂട്ടനെ 2 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു. സോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. 100 ജൂൾ എന്ന് കിട്ടും. ക്ലിയർ ആയി മനസ്സിലായില്ലേ? കമന്റ് ചെയ്തേ. എല്ലാവർക്കും ഈ ആൻസർ കിട്ടിയോ മക്കളെ? എല്ലാവർക്കും റെഡി ആയിട്ടുണ്ടെങ്കിൽ റെഡി സെറ്റ് ഗോ എന്ന് പറയാ കമന്റ് ബോക്സിൽ. റെഡി സെറ്റ് ഗോ മീൻസ് ഞങ്ങൾക്ക് ക്ലിയർ ആയി, സെറ്റ് ആയി എന്നൊരു ഓക്കെ സെറ്റ് ആയി റെഡി RSG റെഡി സെറ്റ് ഗോ എന്നൊക്കെ പറയുന്നുണ്ട്. ക്ലിയർ. ഇനി ഒരു ഫ്ലോറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വസ്തുവിനെ പിടിച്ച് വലിക്കുകയാണ് ഫ്ലോറിലൂടെ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാണ്? അപ്പം അപ്ലൈ ചെയ്ത ഫോഴ്സ്, ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ വസ്തു ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്ലൈ ചെയ്ത ഫോഴ്സും അങ്ങോട്ട് തന്നെയാണെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലല്ലേ ആള് മൂവ് ചെയ്യുന്നത്. സോ ഈ ഫോഴ്സ് ചെയ്ത വർക്ക് പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഒരാള് പിന്തിരിപ്പനായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആരാത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് പോസിറ്റീവ് ആയിരിക്കും. എപ്പോ? ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു ഫ്ലോറിലൂടെ അല്ല നിരപ്പായ ഒരു സ്ഥലത്തൂടെ നമ്മൾ ഒരു വസ്തുവിനെ വലിക്കുകയാണ്. വസ്തു നമ്മൾ വലിച്ച ഡയറക്ഷനിലല്ലേ വരിക? അനുസരണകളാണെങ്കിൽ വരും. നമ്മൾ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോവാം എന്ന് പറയുന്ന ആളാണെങ്കിൽ നടക്കില്ല. ഇങ്ങോട്ട് വാന്ന് വിളിക്കുമ്പോ അങ്ങോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഫോഴ്സ് അല്ലെ വർക്ക് എങ്ങനെയാ ചെയ്തത്? ആലോചിച്ച് നോക്കൂ. ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെങ്കിൽ അവിടെ ചെയ്ത വർക്ക് പോസിറ്റീവും, ഫോഴ്സ് അപ്ലൈ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ, ഫോഴ്സ് ഇങ്ങോട്ട് അപ്പുറത്തേക്കാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യുന്ന ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്തായിരിക്കും? Work done by the frictional force is negative. Work done by the applied force is positive. Clear ആയി എന്ന് വിചാരിക്കുന്നു. അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ എങ്ങോട്ട് പോവാണ്? ചാടി കിടക്കാൻ പോവാണ്. യെസ്, എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഒരു ഫയർ ഒരു കമന്റ് ഒക്കെ ഇട്ടെ. യെസ്, കമന്റ് വന്നോട്ടെ. ഓക്കെ. Boost is the secret of my energy. Very sorry. Horlicks is the secret of my energy. മിസ്സിന് ബൂസ്റ്റ് അല്ല, ഹോർലിക്സ് ആട്ടോ ഇഷ്ടം. സോ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്. എനർജി ഈസ് വാട്ട് വി ഹാവ് യൂട്ടിലൈസ്ഡ് ടു ഡു വർക്ക്. വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്, അല്ലെങ്കിൽ വാട്ട് വി ഹാവ് യൂട്ടിലൈസ്ഡ് ടു ഡു വർക്ക്. ഓക്കെ. ഇനി list the forms of energy familiar to you. നിങ്ങൾക്ക് പരിചയമുള്ള ഊർജ്ജ രൂപങ്ങൾ അല്ലെങ്കിൽ എനർജീസ് എന്തൊക്കെയാണ്? മെക്കാനിക്കൽ എനർജി ഉണ്ട്, ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ, കെമിക്കൽ, സൗണ്ട്, സോളാർ, എന്ത് വേണമെങ്കിലും എഴുതിക്കോ. അല്ല മാഗ്നറ്റിക്, എന്തോ ആയിക്കോട്ടെ. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള കുറച്ച് എനർജി ഫോംസ് ആണ്. ഒരു 4 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കാം. വെറുതെ എനർജി ഫോംസ് എഴുതാൻ പഠിച്ചാൽ മതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ എനർജി ഈസ് ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാ? കമന്റ് ചെയ്തോ. First one is very good മക്കളെ, kinetic energy, which is the right answer. Second type ഏതാണ്? വെരി ഗുഡ്. മെക്കാനിക്കൽ എനർജിയെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്, മോഷൻ വഴി ഉണ്ടാകുന്ന എനർജിയാണ്. 2 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ ദ 2 types of mechanical energy. The energy possessed by a body by virtue of its motion ആണെങ്കിൽ, മോഷൻ കാരണം ഒരാൾക്ക് കിട്ടുന്ന എനർജി ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, നമുക്കൊരു ആനിമേഷൻ കണ്ടു നോക്കാം. വേഗം കണ്ടു നോക്കാം. ഒരു ടോയ് കാറിന്റെ ഒരു ആനിമേഷൻ നമുക്ക് കണ്ടു നോക്കാം. യെസ്, ഞാൻ മേശപ്പുറത്തേക്ക് ഒരു ബോൾ കൊണ്ടുവെക്കാൻ പോവാണ്. ആ ബോളിനെ ഇടിക്കാൻ വേണ്ടിട്ട് ഒരു കാർ വരാൻ പോവാണ്. യെസ്, മേശപ്പുറത്ത് ഒരു ബോൾ വെക്കാണ്.
ഇനി നമ്മൾ ടോയ് കാറില്ലേ പുറകോട്ട് പിടിച്ച് വിടണം, വിട് 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 വിട്, അതാ പോകുന്നുണ്ട്, വീട് താഴെ വീടില്ലേ, വീടില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്താ വീണാൽ വീടില്ല, പക്ഷെ ഇവ മൂവ് ചെയ്തു. ഇപ്പൊ എന്താ മനസ്സിലായത്? നിശ്ചലമായിട്ടിരിക്കുന്ന റസ്റ്റിലിരിക്കുന്ന ബോളിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി വേറൊരാളുടെ എനർജി ഉപയോഗിച്ചു. അവനാ എനർജി എവിടുന്നാ കിട്ടിയേ? ബൈ ദ മോഷൻ ഓഫ് എ കാർ. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറഞ്ഞൂടെ? വാട്ട് ഹാപ്പൻ ടു ദ ബോൾ വെൻ എന്താണ് ദ മൂവിങ് കാർ ഹിറ്റ് ഓൺ ഇറ്റ്. ഓക്കെ, മൂവ് ചെയ്യുന്ന കാറ് ബോളിന് മുകളിൽ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്ത് ചെയ്തു? ദ ബോൾ മൂവ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. ഓക്കെ സർ, ബോൾ മൂവ്സ്. ഓക്കെ, ഫോർവേഡ് ഡയറക്ഷനിൽ ബോൾ അങ്ങോട്ട് മൂവ് ചെയ്തു. ബോൾ മൂവ്സ് ഫോർവേഡ്. അടുത്തത്, ഹൗ ഡിഡ് ദ കാർ ഗെറ്റ്സ് എനർജി ടു മൂവ് ദ ബോൾ ഫോർവേഡ്? ഫോർവേഡിലേക്ക് ബോളിനെ മൂവ് ചെയ്യാൻ കാറിന് എവിടെ നിന്നാണ് എനർജി കിട്ടിയത്? ബൈ ദ മോഷൻ ഓഫ് ദ കാർ. കാറിനെ പുറകോട്ട് വലിച്ച് മുന്നോട്ട് വിട്ടപ്പോഴല്ലേ? സോ ഫ്രം ദ മോഷൻ ഓഫ് ദ ടോയ് കാർ എന്ന് വെച്ചാൽ ടോയ് കാറിന് ബോളിനെ ഇടിക്കാൻ ഒരു എനർജി കിട്ടി. വിച്ച് ഈസ് ദാറ്റ് എനർജി? ബൈ ദ മോഷൻ ഓഫ് ദാറ്റ് കാർ. ആ കാറിന്റെ മോഷൻ വഴിയാണ് എനർജി കിട്ടിയത്. വിച്ച് ഈസ് കൈനറ്റിക് എനർജി. സോ ദ കാർ ഗോട്ട് ദ എബിലിറ്റി ടു വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടി. വിച്ച് ഈസ് നോൺ ആസ് എനർജി. വിച്ച് ഈസ് ദാറ്റ് എനർജി? That energy is called, sir, ഇതൊന്ന് മാറ്റണേ പേര്. That energy is known as kinetic energy. When a body of mass m moves with a velocity v velocity യിൽ ഒരു വസ്തു m mass ഉള്ള വസ്തു മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി is equal to k is equal to half mass into velocity square. Half mv square is the equation for kinetic energy. പഠിച്ചു വെച്ചോളൂ. കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം തമ്മിലുള്ള ഒരു റിലേഷൻ മാത്രം പഠിച്ചാൽ മതി. നോ ഡെറിവേഷൻസ് ഒന്നും ആവശ്യമില്ല. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ kinetic energy and momentum? നമുക്കറിയാം മക്കളെ, P is equal to mass into velocity എന്ന് പറയുന്ന മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇപ്പൊ കണ്ടുപിടിച്ച കൈനറ്റിക് എനർജിക്ക് ഈ പറയുന്ന മൊമെന്റവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ലാതിരിക്കുമോ? നോക്കൂ, p²/2m ചെയ്താൽ മതി. p² എന്ന് പറഞ്ഞാൽ എന്താ? m²v²/2m ചെയ്ത് നോക്കൂ. ഒരു എമ്മും കട്ട് ചെയ്ത് പോയി. ഹാഫ് mv² കിട്ടില്ലേ മക്കളെ? കിട്ടില്ലേ? സോ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. ഹാഫ് mv² എന്ന് പറയുന്നതിന് നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി ഈക്വൽ ടു മൊമെന്റത്തിന്റെ സ്ക്വയർ/2 into മാസ്. ഓക്കെ, ഡിവൈഡ് ബൈ 2 into m is the mass of the object. So k is equal to p²/2m. ഒന്ന് ഓർത്ത് വെച്ചിക്കോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. A man having a mass of 70 kilogram. മനുഷ്യന്റെ മാസ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യനാണത്രേ. മാസ് എത്രയാണ്? 70 കിലോഗ്രാം മാസുള്ള ഒരു മനുഷ്യനെ നമ്മൾ എടുക്കുകയാണ്. അയാൾ ഒരു സ്കൂട്ടർ ഓടിക്കുകയാണ്. അപ്പൊ സ്കൂട്ടറിന്റെ മാസ് എത്രയാണ്? ms എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സ്കൂട്ടർ 80 കിലോഗ്രാം. ഓക്കെ, വാട്ട് വിൽ ബി ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഈഫ് ദ വെലോസിറ്റി ഓഫ് ദ സ്കൂട്ടർ? വെലോസിറ്റി ഓഫ് സ്കൂട്ടർ എത്രയാണ് മക്കളെ? 10 meter per second. എന്ന് വെച്ചാൽ വെലോസിറ്റി 10 meter per second ആണ്. മാസ് 70 കിലോഗ്രാം ആണ്. സ്കൂട്ടറിന്റെ മാസ് 80 ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കോ. ടോട്ടൽ മാസ് എത്രയായിരിക്കും? 70 + 80 എത്രയായിരിക്കും? 180 കിലോഗ്രാം. 180 കിലോഗ്രാം ആണ് സ്കൂട്ടറിന്റെയും മനുഷ്യന്റെയും കൂടെ മാസ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും കമന്റ് ചെയ്യാം. വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² which is equal to half into മാസ് എത്രയാണ്? 150 into what is v²? 10 into 10. ക്ലിയർ ആയല്ലോ? എത്രയായിരിക്കും ആൻസർ കിട്ടുക? യെസ്, ഇവിടെ 5 ആയിരിക്കും. ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് കട്ട് ചെയ്ത് പോയി അല്ലെ? 50. 150 into 50 എത്രയാണ്? 150 into 50 എന്ന് പറഞ്ഞ അല്ലെ 7500 ജൂൾ. 7500 ജൂൾ എന്ന് കിട്ടും. വിച്ച് ഈസ് ദ എന്ത്? കൈനറ്റിക് എനർജി. ഇതിനെ കിലോ ജൂളിലേക്ക് മാറ്റിയാൽ എത്ര കിട്ടും? 7500 ജൂളിനെ കിലോ ജൂളിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇത്രയും കിലോ ജൂൾ ആയിരിക്കും. വിച്ച് ഈസ് എത്രയാ മക്കളെ? 7.5 കിലോ ജൂൾ അല്ലെ? 7.5 കിലോ ജൂൾ എന്ന് കിട്ടും. കാരണം 3 സ്ഥാനം മാറ്റി ലെഫ്റ്റിലേക്ക് ഡോട്ട്സ് ഇട്ടാൽ മതി. 7.5 കിലോ ജൂൾ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ? യെസ്, പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരാളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, അയാൾക്ക് എനർജി ഒന്നുമില്ല. സോ അയാൾക്ക് എത്ര വർക്ക് ചെയ്യാൻ പറ്റും? 0 വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അയാൾക്ക് നമ്മൾ ബിരിയാണി ഒക്കെ കൊടുത്ത് അങ്ങനെ ഉഷാറാക്കി നിർത്തുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? അയാൾ ആദ്യമുള്ള റെസ്റ്റ് കണ്ടീഷനിൽ അങ്ങ് ചാടി ഉഷാറായിട്ട് എനർജി ഒക്കെ കിട്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ഇക്വേഷൻ ഓഫ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്?
ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി is the work done. Okay, work done is equal to change in kinetic energy എന്ന് പറയുന്നതാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. യു ഇസ് ദ എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ്, വി ഇസ് ദ ഫൈനൽ വെലോസിറ്റി. സോ ഇക്വേഷൻ ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നോക്കൂ. എ ബോഡി ഓഫ് മാസ് 2 kilogram is kept at rest. അപ്പൊ യു എത്രയാണ്, 0 ആണ്. If a force of 5 Newton is applied, force 5 Newton ഫോഴ്സ് കൊടുക്കാണ് for 10 second. T എന്ന് പറയുന്നത് 10 second ആണ്. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, വർക്ക് എനർജി പ്രിൻസിപ്പിൾ അല്ലെ. ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഹാഫ് എം യു സ്ക്വയർ എത്രയാണ് മക്കളെ, ഹാഫ് എം ഇൻറ്റു യു ഈസ് 0. സോ 0 കിട്ടി. എന്നാൽ ഹാഫ് എം വി സ്ക്വയർ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കാൻ നമുക്കൊരു ഐഡിയ ഉണ്ട്. വി നമുക്ക് അറിഞ്ഞൂടാ, വി സമ യു പ്ലസ് എ ടി. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലേ ഇടാം. അപ്പൊ എ അറിയോ? എ അറിഞ്ഞൂടാ. എ കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇവിടുന്ന് എ കണ്ടുപിടിക്കൂ. എ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. ഓക്കെ, ഫോഴ്സ് എത്രയാ മക്കളെ? അപ്ലൈ ചെയ്ത ഫോഴ്സ് 5 ന്യൂട്ടൺ ആണ്. ഡിവൈഡ് ബൈ വാട്ട് ഈസ് മാസ് ഓഫ് ദ ബോഡി 2. സോ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് വെലോസിറ്റി കണ്ടുപിടിക്കൂ. 0 പ്ലസ് എന്താണ് എ എന്ന് പറഞ്ഞാൽ 2.5. ടി എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ് മക്കളെ? 10 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 25 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ വെലോസിറ്റി. ഇത് വെച്ചിട്ട് നമുക്ക് ഹാഫ് എം വി സ്ക്വയർ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിച്ചോളൂ. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ W is equal to half m into 25 square which is equal to half into m into 25 into 25. എത്രയായിരിക്കും കിട്ടുക? എത്രയായിരിക്കും കിട്ടുക? 25. നോക്കൂ, ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. എ 2.5 ഇൻറ്റു ടി ചെയ്തപ്പോ 25 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഹാഫ് ഇൻറ്റു എം എത്രയാ മക്കളെ? 2 ഇൻറ്റു 25 ഇൻറ്റു 25 which is equal to 625 joule എന്ന് കിട്ടും. which is the work done by the force. എപ്പോ 5 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. റെസ്റ്റിലായിരുന്നു. 10 സെക്കൻഡ് സമയത്തേക്കാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ചെയ്താൽ മതി. 625 ജൂൾ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജിയിലേക്ക് നമ്മൾ പോവാണ്. പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? Potential energy is the energy possessed by a body by virtue of its position. Okay, so U is equal to mgh is the equation for potential energy. Kinetic energy ന്റെ equation എന്തായിരുന്നു മക്കളെ? ഹാഫ് എം വി സ്ക്വയർ ആയിരുന്നു. കൈനറ്റിക് എനർജിനെ നമ്മൾ കെ എന്നായിരുന്നു വിളിക്കുക. എന്നാൽ പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ എന്താ വിളിക്കുക? എം ജി എച്ച്. യു എന്നാ വിളിക്കുക. യു ഇസ് ഇക്വൽ ടു എം ജി എച്ച്. വർക്ക് ഡൺ എം ജി എച്ച് അല്ലെ. ഒരു ഹൈറ്റിലേക്ക് ഉയർത്താൻ വേണ്ടി എം ജി എച്ച് അല്ലെ. അതേ ഇക്വേഷൻ തന്നെയാണ് യു ഇസ് ഇക്വൽ ടു എം ജി എച്ച്. എഗെയിൻസ്റ്റ് വിച്ച് ഫോഴ്സ് ഈസ് വർക്ക് ഡൺ ഹിയർ. അതായത് എന്ത് ചെയ്യണം? ഒരാളെ ഒരു ഹൈറ്റിൽ വെക്കണം. അപ്പൊ ഏത് ഫോഴ്സിന് എഗെയിൻസ്റ്റാ വർക്ക് ചെയ്യുന്നത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. താഴെ ഉണ്ടായിരുന്ന ഒരാളെ നമ്മൾ എച്ച് ഹൈറ്റ് മുകളിലേക്ക് എത്തിച്ചു. അപ്പൊ എം ജി എച്ച് വർക്ക് ചെയ്തു. ആ വർക്ക് ഡൺ ആണ് ആളില് അപ്ലൈ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു എം ജി എച്ച്. ഏത് ഫോഴ്സിന് എഗെയിൻസ്റ്റാ വർക്ക് ചെയ്തത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി താഴേക്കുണ്ട് അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കില്ലേ? അതിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ യെസ്, നമുക്കൊരു ചിത്രം കാണാം. ഓക്കെ, ഒരു ചിത്രം കാണാം. കുറച്ച് സ്റ്റെപ്പിന്റെ ചിത്രം, ഒരു സ്റ്റെയർ കേസിന്റെ ചിത്രം കാണാം നമുക്ക്. അവിടെ ഏത് പൊസിഷനിലായിരിക്കും മാക്സിമം ഹൈറ്റ് ഉണ്ടാവാൻ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഏതിലാ മാക്സിമം ഹൈറ്റ്? ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എം ജി എച്ച് ഇവിടെ എന്തുണ്ട്? യെസ്, എം ജി എച്ച് 3 ആണ് ഇവിടെ. ഇവിടെയോ എം ജി എച്ച് 2 ആണ്. താഴെയോ എം ജി എച്ച് 1 ആണ്. H3 ആണോ മാക്സിമം ഹൈറ്റ്? H2 ആണോ? H1 ആണോ? H3 ആണ്. സോ എവിടെയായിരിക്കും മാക്സിമം വർക്ക് ഉണ്ടാവുന്നത്? മാക്സിമം വർക്ക് എവിടെയല്ലേ ഉണ്ടാവുക അല്ലെ? എത്രയാണോ ഹൈറ്റ് കൂടുമ്പോൾ, ഉയരം കൂടുന്നതും എന്തായിരിക്കും? ചായക്ക് സ്വാദ് കൂടില്ല. എന്ത് കൂടും? പൊട്ടൻഷ്യൽ എനർജി കൂടും. ഓക്കെ, മാറ്റാം. ഓക്കെ, അപ്പൊ ഹൈറ്റ് കൂടുന്നോറും ആസ് ദ ഹൈറ്റ് ഫ്രം ദ ഫ്ലോർ ആണ്, ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് കൂടുന്നോറും പൊട്ടൻഷ്യൽ എനർജി കൂടും എന്നൊന്ന് പഠിച്ചു വെച്ചേക്കാം. അറ്റ് വിച്ച് ഹൈറ്റ് ഫ്രം ദ ഫ്ലോർ ഈസ് മാക്സിമം വർക്ക് ഡൺ ഓൺ ദ ബോഡി? ഏതായിരിക്കും? അറ്റ് H3 ആയിരിക്കും. Okay, if so, in which position does the body get maximum energy? At H3.
മാക്സിമം ഹൈറ്റിലായിരിക്കും അല്ലെ. when the height from the floor increases, height from the floor increase ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി കൂടുന്നത്. the energy received by the body, അതായത് ഈ ഒബ്ജക്റ്റിന് h ഹൈറ്റിൽ വെക്കുമ്പോൾ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്, work done എന്നാണ്. so work done is stored as potential energy. പഠിച്ചല്ലോ, situations in which potential energy is acquired by virtue of its position. okay, position കാരണം potential energy കിട്ടുന്ന situations എന്താണ്, കോക്കനട്ട് ട്രീ, വാട്ടർ സ്റ്റോർഡ് ഇൻ വാട്ടർ ടാങ്ക്, ഒരു വാട്ടർ ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം എന്താണ്, അതൊരു ഹൈറ്റിലല്ലേ ഇരിക്കുന്നത്. സോ അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ട്രീയിൽ ഇരിക്കുന്ന ഒരു കോക്കനറ്റ്, അവിടെയും എന്തുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ എ ലാഡർ, ഒരു ഏണിയിൽ കയറിയിരിക്കുന്ന, ലാഡറിൽ കയറിയിരിക്കുന്ന ആള്, അവിടെ എന്തുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ ഇതൊക്കെ ബൈ വെർച്യൂ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു പൊസിഷൻ, പൊസിഷൻ കാരണം പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്ന സിറ്റുവേഷൻസ് ആണ്. തെങ്ങിലിരിക്കുന്ന തേങ്ങ, അല്ലെ ടാങ്കിലിരിക്കുന്ന വെള്ളം, പിന്നെയോ ഒരു മനുഷ്യൻ ഏണിപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ഓക്കെ, when the height varies, പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും, ഓൾസോ വേരീസ്. ഹൈറ്റ് മാറുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാറും. അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെയാ സിറ്റുവേഷൻസ്. എ കോക്കനട്ട് ഫോൾസ് ഡൗൺ ഫ്രം എ കോക്കനട്ട് ട്രീ, തെങ്ങിലിരുന്ന തേങ്ങ കുറച്ച് സമയം കഴിയുമ്പോൾ താഴേക്ക് വീഴാണ്. എന്താ സംഭവിക്കുന്നത്, പൊട്ടൻഷ്യൽ എനർജി മാറുന്നുണ്ട് അല്ലെ. വാട്ടർ ഈസ് പമ്പ്ഡ് ടു ഓവർ ഹെഡ് ടാങ്ക് അറ്റ് എ ഹൈറ്റ്, ഒരു വീടിന്റെ മുകളിൽ ഇരിക്കുന്ന ടാങ്കിലേക്ക് നമ്മൾ വെള്ളം അടിച്ച് കയറ്റിയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഹൈറ്റ് മാറുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാറുന്നു അല്ലെ. എ കോക്കനട്ട് ഫോൾസ് ഡൗൺ ഫ്രം എ കോക്കനട്ട് ട്രീ, മുകളിൽ ഇരുന്നപ്പോ നല്ല രാജാവിനെ പോലെ നല്ല പൊട്ടൻഷ്യൽ എനർജിയിൽ ഇരുന്നതാണ്, ഹൈറ്റില് താഴേക്ക് വന്നപ്പോ പൊട്ടൻഷ്യൽ എനർജി 0 ആയി. ഓക്കെ, ഇത് പൊട്ടൻഷ്യൽ എനർജി വേരി ചെയ്യുന്ന സിറ്റുവേഷൻസിന്റെ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ do bodies get potential energy due to their position alone? അല്ല മക്കളെ, പൊസിഷൻ കാരണം മാത്രമല്ല ആർക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്, വസ്തുക്കൾക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. പിന്നെ എങ്ങനെയാ, പിന്നെ എങ്ങനെയാ നോക്കൂ, ഒരു സ്പ്രിംഗിലേക്ക് നമ്മൾ കംപ്രസ് ചെയ്യുക, വലിക്കുക, എലോങ്ങേറ്റ് ചെയ്യുക, കംപ്രസ് ചെയ്യുക, വർക്ക് ചെയ്യുന്നില്ലേ. the work done on the spring to change its ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്പ്രിംഗിലേക്ക് നമ്മൾ വർക്ക് കൊടുക്കുന്നുണ്ട്. ഈ എനർജിനെ വിളിക്കുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. അപ്പൊ പൊസിഷൻ കാരണം മാത്രമല്ല സ്ട്രെയിൻ കാരണവും എന്തുണ്ടാവുന്നുണ്ട്, ഒരു വസ്തുവിന് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നുണ്ട്. ആ സ്ട്രെയിൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജിനെ വിളിക്കുന്ന പേരാണ് potential energy due to strain. For example, നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം സർ. സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കുക, അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് ഡ്യൂ ടു സ്ട്രെയിൻ കാരണം. കംപ്രസ് ചെയ്യുന്നു വിടുന്നു അല്ലെ. എന്താ സംഭവിക്കുന്നത്, പൊട്ടൻഷ്യൽ എനർജി അക്വയർ ചെയ്യുന്നുണ്ട് ഡ്യൂ ടു സ്ട്രെയിൻ. ദിസ് ഈസ് അല്ലെ, സ്പ്രിങ്ങിന് ഒരു പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നുണ്ട് ഡ്യൂ ടു സ്ട്രെയിൻ. ഓക്കെ, മതി. അപ്പൊ നമുക്ക് മനസ്സിലായി. ഇതിനെ കുറച്ച് എക്സാമ്പിൾസ്. ഒരു സ്ട്രെച്ച്ഡ് ബോ, വലിച്ചു വെച്ച അല്ലെ കുലച്ചു വെച്ച വില്ല്, അമ്പും വില്ലുമില്ലേ, കുലച്ചു വെച്ച വില്ല് എന്നാണ് ഇതിന്റെ മലയാളം. എ റബ്ബർ ബാൻഡ് ഇൻ എ സ്ട്രെച്ച്ഡ് പൊസിഷൻ, വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡ്. അടുത്തത് എ കംപ്രസ്ഡ് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ട്രെച്ച്ഡ് സ്ലിംഗ് ഷോട്ട്, എന്താ ഇത്, കവണ എന്നൊക്കെ പറയില്ലേ നിങ്ങൾ, ഞാൻ ചവണ എന്നാ പറയാ, അത് എഴുതണ്ട. ഓക്കെ, ഈ നടുക്കിരിക്കുന്ന സാധനം സ്ട്രെച്ച്, വലിച്ചു വെച്ചിരിക്കുന്ന സ്ലിംഗ് ഷോട്ട്. യെസ്, കല്ലൊക്കെ വെച്ച് നമ്മൾ വിടില്ലേ, ആ സാധനം. ഇവിടെയൊക്കെ എന്തുണ്ട്, സ്ട്രെയിൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സ്ട്രെയിൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് എക്യുപ്മെന്റ്സും എനർജി ട്രാൻസ്ഫോർമേഷൻസും ആണ്. സോ ഇലക്ട്രിക് ജനറേറ്റർ, ഒരു ജനറേറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്, നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്തിനാ ഉപയോഗിക്കുന്ന ജനറേറ്റർ, കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ ജനറേറ്ററിൽ കറങ്ങിയിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നത്, ആർമേച്ചർ കറങ്ങിയിട്ട്. സോ മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇലക്ട്രിക് ജനറേറ്റർ. ഫാനിൽ ഇതല്ല, ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലെ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫാൻ കറങ്ങുന്നു. സ്വിച്ച് ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയാണ്. ഇലക്ട്രിക് അയൺ ബോക്സ് ആണെങ്കിൽ ചൂട് കിട്ടാനല്ലേ ഇലക്ട്രിക് അയൺ ഉപയോഗിക്കുന്നത്. സോ ഇലക്ട്രിക്കൽ എനർജി സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജി വന്ന് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രിക് ബൾബ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. സോ ബൾബിലുള്ള ഊർജ്ജ മാറ്റം എന്തായിരിക്കും, ഇത് എക്സാമിന് വെരി ഇമ്പോർട്ടന്റ്, VVIP ആണ്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ എന്തായാലും ചോദിക്കും, പഠിച്ചു വെച്ചോ. ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ എക്സാമ്പിൾ ആണ് ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഒരു ഫ്ലവർ പോട്ടിന്റെ ഒരു ആനിമേഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ഒരു കഥ കൂടെ പഠിച്ചൊരു പവറും കൂടെ പറഞ്ഞാൽ തീർന്നു. ഓക്കെ, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. റെഡി അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? ഒരു ഫ്ലവർ പോട്ടിന്റെ ആനിമേഷൻ നമുക്ക് കാണാം, ഒരു ജീവിത കഥ കാണാം. ഫ്ലവർ പോട്ടിന്റെ ജീവിത കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വേഗം ശ്രദ്ധിച്ചിരുന്നോളൂ, അവിടുത്തെ എനർജി ഒക്കെ കണ്ടുപിടിക്കാനുണ്ട്. ഒരു ഫ്ലവർ പോട്ട് എടുക്കാണ്, ആ ഫ്ലവർ പോട്ടിന് ഒരു ഹൈറ്റിൽ നമ്മൾ വെക്കാണ്. അവിടുന്ന് താഴെ വീണ് ചിഹ്നം ഭിന്നമായി പോയി.
ഓക്കെ. അപ്പൊ ഫ്ലവർ പോട്ട് ഒന്നും കൂടെ കാണാൻ സർവേക്കാം. ഫ്ലവർ പോട്ട് എവിടെയായിരിക്കുന്നത്? സൺ ഷെയ്ഡിൽ സുഖമായിട്ടിരിക്കുന്ന ഫ്ലവർ പോട്ട് കൈ തട്ടി താഴെ വീഴുന്നു. താഴെ വീണുകൊണ്ടിരിക്കുന്നു. ചിന്നിച്ചെതറിപ്പോയി. പൊട്ടൻഷ്യൽ എനർജി മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് എത്തി. മതി സാർ, മാറ്റാം. ഓക്കെ. അപ്പൊ മുകളിൽ ഇരുന്നപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു നോക്കൂ. വിച്ച് ഫോം ഓഫ് എനർജി ഡസ് ദ ഫ്ലവർ പോട്ട് ഹാവ് വെൻ ഇറ്റ് ഈസ് ഓൺ ദ സൺഷെയ്ഡ്? സൺഷെയ്ഡിലുള്ളപ്പോ പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെയോ ഫ്ലവർ പോട്ട് താഴെ വീഴുമ്പോൾ എന്ത് സംഭവിച്ചു? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടായി ഒരു ഹൈറ്റിലെത്തിയപ്പോ. പിന്നെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ എന്ത് സംഭവിച്ചു? പൊട്ടൻഷ്യൽ എനർജി കൂടുമോ കുറയുമോ? ഹൈറ്റ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്തു? താഴെ എത്താനാവുമ്പോ സമയം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? കൈനറ്റിക് എനർജി കൂടുന്നു. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, പൊട്ടൻഷ്യലും കൈനറ്റിക്കും വന്നു. കൈനറ്റിക് എനർജി കൂടി വന്നു, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വന്നു. പൊട്ടൻഷ്യൽ എനർജി താഴെ എത്തിയപ്പോ 0 ആയി. കൈനറ്റിക് എനർജി താഴെ എത്തുന്നതിന് തൊട്ട് മുന്നേ മാക്സിമം ആയി. വാട്ട് ഈസ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ആസ് ദ ഫ്ലവർ പോട്ട് ഫോൾ ഫ്രം എ സൺഷെയ്ഡ്? അല്ലെ, എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു, കൈനറ്റിക് എനർജി കൂടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അല്ലെ, കൂടുതൽ താഴേക്ക് വരുന്നവരും പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ട് ടു കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. പിന്നെയോ ജസ്റ്റ് ഫ്ലോറിൽ തൊടുന്നതിന് മുന്നേ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുന്നു? 0. ഫ്ലോറിൽ എത്തുമ്പോ 0. കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? രണ്ടും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തപ്പോ രണ്ടും 0 ആയി. സോ ഇവിടുന്ന് എന്താ മനസ്സിലായത്? എനർജി ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. എനർജി കൺസർവ്ഡ് ആണ്. സോ എന്ത് നമുക്ക് പറയാം? ഇവിടെ നമുക്ക് പറയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇനി അവസാനത്തെ ടോപ്പിക്കാണ് പവർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് പവർ? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പവർ കിട്ടും. പവറിന്റെ യൂണിറ്റ് എന്തായിരിക്കും മക്കളെ? നോക്കൂ, ജൂൾ പെർ സെക്കൻഡ് ആയിരിക്കും. പക്ഷെ ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? വാട്ട് എന്നാ പറയുന്നത്. സോ വാട്ട് ഈസ്, ധർമ്മജനോട് ചോദിച്ചു, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? വാട്ട് സർ? സോ വാട്ട്, വെരി ഗുഡ് എന്ന് പറയും അല്ലെ. നമ്മള് റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? പഠിച്ചു വെച്ചേക്കാം. പിന്നെ കിലോ, സർ ഇതൊന്ന് മാറ്റണേ. കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 1000 ആണെന്ന്. അപ്പൊ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1000 വാട്ട് ആയിരിക്കും. 1 HP ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 746 വാട്ട് ആയിരിക്കും. കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട് ആണ്. സോ വാട്ട് ഈസ് ഹോഴ്സ് പവർ? ഹോഴ്സ് പവർ ഇസ് ദ പവർ ഓഫ് എ ഹോഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കുതിരശക്തി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണ്? 746 വാട്ട് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളാം. ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഇനി ഓടി തുടങ്ങേണ്ട സമയമാണ്. നമ്മുടെ ഈ 5ാമത്തെ ചാപ്റ്റർ ഫുൾ കോൺസെപ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോബ്ലംസും കൂടുതൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യുക? A+ വേണ്ടിയിട്ട് പൊരുതാൻ ഇപ്പോഴേ റെഡി ആയിക്കോളൂ. സോ താങ്ക് യു സോ മച്ച്. നമ്മൾ ടാറ്റ പറയാണ്. ബൈ ബൈ, സീ യു.